അടുത്ത മാസമാണ് ശബരിമലയിൽ അഖില ലോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡുമായി സഹകരിച്ചാണ് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം സർക്കാർ നടത്താൻ പോകുന്നത്. സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ പക്ഷേ BJP രംഗത്തെത്തിയിരിക്കുകയാണ്. അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിന് എന്ത് അവകാശമാണെന്ന ചോദ്യമാണ് കുമ്മനം രാജശേഖരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും ഹിന്ദു സംഘടനകളും അയ്യപ്പ സംഗമത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെ സംഗമത്തിനെത്തിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് കുമ്മനം രാജശേഖരന്റെ ആരോപണം. ഇന്നും നാളെയുമായി ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം അയ്യപ്പ സംഗമത്തിന്റെ മുന്നൊരുക്കം വിലയിരുത്തുകയും ചെയ്യും. വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJPയും സംഘപരിവാർ സംഘടനകളും ഹിന്ദു സംഘടനകളും അഖില ലോക അയ്യപ്പ സംഗമം ശബരിമലയിൽ നടത്തുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുകൂടിയാണ് ഇനി അറിയുവാനുള്ളത്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, സെപ്റ്റംബറിൽ നടത്തും എന്ന് അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും സർക്കാരിൽ നിന്ന് പിന്നോട്ടില്ലല്ലോ. പക്ഷേ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയല്ലേ ഇപ്പോൾ BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്? വലിയ ഒരുക്കങ്ങളാണ് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് വഴിയാണ് പരിപാടി നടത്തുന്നതെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസും ദേവസ്വം മന്ത്രിയുടെ ഓഫീസും വലിയ രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. വലിയ മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ തുടങ്ങിയതാണ്. നമുക്കറിയാം, ഈ വാർത്ത നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇതുപോലൊരു ചർച്ചയിൽ രാഹുൽ ഈശ്വരനെ പോലുള്ള ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ നിശ്ചിതമായ രംഗത്ത് വരുന്ന ആളുകളൊക്കെ വലിയ പോസിറ്റീവായി പ്രതികരിച്ച കാര്യമാണ്. സർക്കാർ നടത്തുന്ന ഈ സംഗമം വളരെ മികച്ച തീരുമാനമായി മാറി. നേരത്തെ സർക്കാർ ശബരിമല വിഷയത്തിൽ സർക്കാരിന് CPIയുടെ നിലപാടുകൾക്കുള്ള ഒരു പ്രായശ്ചിത്തമായി കൂടി ഇത് മാറും എന്നൊരു പരാമർശമൊക്കെ നേരത്തെ രാഹുൽ ഈശ്വർ നടത്തി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. BJP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇതിന് രംഗത്ത് വരികയാണ്. ഇന്നലെ കുമ്മനം രാജശേഖരൻ, BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരനാണ് മന്ത്രി PN വാസവനോട് ചില ചോദ്യങ്ങളുമായി രംഗത്ത് വന്നത്. ഒരു മതേതര സർക്കാരിന്റെ മന്ത്രിസഭാംഗം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു കൂടുന്ന ഭരണഘടനാ ലംഘനമല്ലേ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമലയിൽ ആചാരലംഘനം നടത്തിയ വിവാദ ആക്ടിവിസ്റ്റുകൾക്ക് സർക്കാർ വീണ്ടും വേദി ഒരുക്കുകയാണെന്ന ആരോപണവും ഉണ്ട്. വിവാദ ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി അടക്കമുള്ളവർ പരിപാടിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സംശയത്തോടെയാണ് ഭക്തർ കാണുന്നത്. ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണം. ഇതായിരുന്നു കുമ്മനം രാജശേഖരന്റെ ആവശ്യം. നിലവിൽ സ്ത്രീകൾക്ക് പമ്പ വരെ പോകാൻ അനുമതിയുണ്ട്. അത് സീസണിലും അല്ലാത്തപ്പോഴുമൊക്കെ സ്ത്രീകൾക്ക് അവിടെ വരെ പോകാം. ഈ സംഗമത്തിലും ക്ഷണിക്കപ്പെട്ട അതിഥികളെയാണ് അവിടേക്ക് വരാൻ കഴിയുന്നത്. അവിടെയും സ്ത്രീകളെ ക്ഷണിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. അത് ഈ ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ക്ഷണിക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ ആരോപിക്കുമ്പോൾ അത് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ബിന്ദു അമ്മിണിക്കൊക്കെ ക്ഷണമുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് സർക്കാരാണ്. പക്ഷെ അത്ര ഒരു ആരോപണമുണ്ട്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ശബരിമലയിലേക്ക് ഇത്തരം വിവാദ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്നതുപോലെ ഈ അയ്യപ്പ സംഗമത്തിലും ഇത്തരം ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമമാണ് സർക്കാർ നടത്തുന്ന ആരോപണമാണ്. സർക്കാർ അത്തരമൊരു നീക്കം നടത്തുവാനുള്ള സാധ്യത ഇല്ലല്ലോ അരുൺ. കാരണം ഇതിപ്പോൾ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഗമം നടത്തുവാൻ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ തയ്യാറാവുകയില്ലല്ലോ. ശബരിമല വിഷയത്തിൽ തന്നെ അത് സർക്കാരിന് കൈപൊള്ളിയതാണ്, LDFന് കൈപൊള്ളിയതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് പോകുവാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരമൊരു സാധ്യത ഉണ്ടാകില്ല. നമുക്കറിയാം എന്തുകൊണ്ട് സർക്കാർ നടത്തുന്നു. അയ്യപ്പൻ എന്ന ശബരിമല ധർമ്മശാസ്താവ് എന്നതൊരു ബ്രാൻഡായി കേരളത്തിൽ ഏറ്റവും അധികം മുന്നോട്ട് വയ്ക്കാറുള്ള ദേശീയതലത്തിലും ആഗോളതലത്തിലും കേരളത്തിൽ ഏറ്റവും അധികം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ബ്രാൻഡായി സർക്കാർ കാണുന്നുവെന്ന് ഉറപ്പാണ്. ശബരിമല ഇപ്പോൾ തന്നെ ലോക പ്രശസ്തമാണ്. ശബരിമലയിലേക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികളും അല്ലാത്ത ആളുകളും ഒക്കെ എത്തുന്നുമുണ്ട്. അത് കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ് ആക്കുകയാണ് സർക്കാർ ലക്ഷ്യം. അയ്യപ്പൻ എന്നുള്ളത് വലിയൊരു ബ്രാൻഡാക്കി മാറ്റുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ ടൂറിസത്തിന്റെ ഘടകമാക്കി അതിനെ മാറ്റും. അതിലൂടെ പല വലിയ ലക്ഷ്യങ്ങൾ സർക്കാരിനുണ്ട്. അതൊരു ആ വശത്തൊരു ലക്ഷ്യം മാത്രമാണ്. അപ്പുറത്തേക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ മഞ്ജു ചോദിച്ച പോലെ അക്ഷരാർത്ഥത്തിൽ കൈപൊള്ളിയ സർക്കാരും അല്ലെങ്കിൽ മുന്നണിയുമാണ് ഇടതും പിണറായി വിജയൻ സർക്കാരിന്റെ. അതുകൊണ്ട് തന്നെ അവിടെ അതൊരു പ്രായശ്ചിത്തമായ രീതിയിൽ കൂടി സർക്കാർ കാണുകയാണ്. ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുമായി ഹൈന്ദവ വിഭാഗങ്ങളുമായി കൂടുതൽ അടുക്കാൻ തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതിന്റെ ഭാഗമായി കൂടി അവർ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. അത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായും വിവാദമുണ്ടാക്കുന്ന ഒന്നും അവിടെ ഉണ്ടാകാനുള്ള സാധ്യത. ശ്രീ കുമ്മനം രാജശേഖരൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കുമ്മനം, താങ്കൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് അക്കമിട്ട് താങ്കൾ നിരത്തിയിട്ടുണ്ട്. ഓരോ കാര്യവും എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്തരം ഒരു അവകാശം ഇല്ല ശബരിമലയിൽ ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ എന്ന്.
പക്ഷേ ഈ ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളെ അങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യം, അത്തരമൊരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്താണ് അങ്ങനെ താങ്കൾ നേരത്തെ തന്നെ അങ്ങനെ ഒരു പ്രവചനം നടത്തുന്നത്? അല്ല, ബിന്ദു അമ്മിണി വലിയ എന്നുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങോട്ടേക്ക് വരുമെന്ന് അവരാണ് പറഞ്ഞത്, അതല്ലല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. അത് അവരെ പോലെയോ വേറെയോ ആൾക്കാർ ആരൊക്കെ വേണമെങ്കിലും അവിടെ വരാമല്ലോ. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു മന്ത്രി ഒരു അയ്യപ്പ സംഗമം ശബരിമലയിൽ നടത്തും എന്ന് പറയുന്നതിന്റെ അതിന്റെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു മതേതര സർക്കാരിന്റെ മന്ത്രി, അദ്ദേഹം MLA ആയി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് നേടി ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മതവിഭാഗത്തിന്റെ ആളുകളെ വിളിച്ചുകൂട്ടി നടത്തിക്കളയും എന്ന് പറയാൻ നിയമപരമായിട്ട് സാധ്യമല്ല, ഭരണഘടനാപരമായ അധികാരം അദ്ദേഹത്തിനില്ല. അത് ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ശബരിമല പോലെ ഒരു സ്ഥലത്ത് സർക്കാർ എന്തിനു ഇടപെടണം? അവിടെ ഒരു ദേവസ്വം ബോർഡുണ്ട്, സ്വയംഭരണാധികാരമുള്ള ബോർഡാണ്. ആ ബോർഡിന്റെ കാര്യങ്ങളിൽ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ, ക്ഷേത്ര ഭരണത്തിൽ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഒരു മന്ത്രി ഇടപെടുന്നു? ഇതാണ് ഫണ്ടമെന്റലായിട്ട് ചോദ്യം. പക്ഷേ ശ്രീ കുമ്മനം രാജശേഖരൻ, ഇത് മന്ത്രി അത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇത് നടത്തുന്നത് ദേവസ്വം ബോർഡാണല്ലോ. ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു അഖില ലോക അയ്യപ്പ സംഗമം എന്നുള്ളതാണ്. ഇത് ശബരിമലയുടെ ഖ്യാതി ലോകമെങ്ങും വ്യാപിപ്പിക്കുവാനും വിശ്വാസികളുടെ വരവിനെ കൂട്ടുവാനും അതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് പറയുന്നത്. മന്ത്രി അങ്ങനെയാണ് അന്ന് വ്യക്തമാക്കിയിരുന്നത്. അതെ, മന്ത്രി അല്ലല്ലോ അത് പറയേണ്ടത്, അവിടെയാണ് ചോദ്യം. മന്ത്രി പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റ് സംഘടനകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഒരു നിലപാടിലേക്ക് പോകണം. അങ്ങനെയാണോ ശ്രീ കുമ്മനം? അല്ലെന്ന്, ക്ഷേത്രങ്ങളെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും വിമുക്തമാക്കണം. അത് മതസ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ഒരു മതേതര സർക്കാർ ഇത് ചെയ്യാൻ പാടില്ല. എന്തിനാണ് ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നത്? എന്തിനാണ്? അത് ഇവിടെ KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, കോടതി വിധികളുണ്ട്. ക്ഷേത്രഭരണം സ്വതന്ത്രമായ പരമാധികാര ബോർഡാണ്. അതിൽ ഭക്തജനങ്ങൾ ആണ് പ്രതിനിധികളാകേണ്ടത്. അല്ല സർക്കാർ, ഒരു മതേതര സർക്കാർ എന്തിനാണ് ക്ഷേത്രഭരണ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അത് അടിസ്ഥാനപരമായ ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ശബരിമല പോലത്തെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയുടേതായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കാനുണ്ട്. അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വളരെ നീറുന്ന പ്രശ്നങ്ങൾ അയ്യപ്പ ഭക്തന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അന്നദാനം നടത്താൻ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ബസ്സുകൾക്ക് KSRTCക്ക് അമിതമായിട്ട് ചാർജ് ഈടാക്കുന്നു. അവിടെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം 100 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടത് ഉപയോഗപ്പെടുത്തുന്നില്ല? ഇങ്ങനെ നിരവധി അതിന്റെ വികസന പദ്ധതികൾ ധാരാളമുണ്ട്. ശബരിമലയെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ്. അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സർക്കാർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് അയ്യപ്പന്മാരെ മുഴുവൻ വിളിച്ചു കൂട്ടും എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചില സംശയങ്ങളുണ്ട്. ആ സംശയം ഞാൻ ഉന്നയിച്ചു എന്നുള്ളതേ ഉള്ളൂ.